ഹായ്, ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് നാടൻ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പയറിൻ്റെ ഇല കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ ഇതൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. പയറിൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല ഡാർക്ക് പച്ച പയറില്ലേ, അതിൻ്റെ ഇലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇതുപോലെ നല്ല സുന്ദരിയായിട്ട് മുറിച്ചെടുക്കണം. അതായത് നല്ല കുഞ്ഞതായിട്ട് മുറിച്ചാലേ അതിന് ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുക. അതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങ, കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്രയും വേണ്ട, പിന്നെ ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിടുകയോ ചെയ്യരുത്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിനകത്ത് 1 സ്പൂണിൽ കൂടുതൽ, കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല നാടൻ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ഒഴിച്ചത്. അപ്പോൾ അത്രയും വേണ്ട എന്നുള്ളവർക്ക് അത്രയും വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സിമ്മിലേക്ക് വെക്കണം. സിമ്മിലേക്ക് വെച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ്, അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. ഇതിപ്പം കടുക് പൊട്ടി വരുന്നതേ ഉള്ളൂ. ആ പൊട്ടി വരുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾ ആ മിക്സ് എടുത്തിട്ട് ചേർക്കണം. അതിന് മുമ്പ് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് പിന്നെ അതിന് ശേഷം മിക്സ് ഇടുക. ഞാൻ ആ പച്ചമുളക് കീറിയത് ഇടുന്നത് കാര്യം വിട്ടുപോയി, മറന്നുപോയതാണ്. അപ്പോൾ അതിട്ടിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലൊക്കെ. ഇതിങ്ങനെ മിക്സ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ വല്ലാതെ കുറേ സമയം അടുപ്പത്ത് വെച്ച് അങ്ങനെ ചെയ്യരുത്. എല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോഷകങ്ങൾ മുഴുവൻ പോയി കിട്ടും. ഒരു ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.